പാലക്കാട് മുനിസിപ്പാലിറ്റി ഇങ്ങനെ നശിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ബി ജെ പിയും മറ്റൊന്ന് കോൺഗ്രസുമാണ്. ഇവിടെ ഇപ്പോൾ നിയമസഭയിലേക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കോൺഗ്രസിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ബി ജെ പിക്കുള്ളിലും ശക്തമായിട്ടുള്ള പൊട്ടലും ചീറ്റലുമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിൽ നിന്ന് കരകയറാൻ വേണ്ടി ഇവർ പരസ്പരം ആലോചിച്ച് നടത്തിയൊരു ഗൂഢാലോചനയാണിത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ഇപ്പോൾ ഒരു വീരവാദം മുടക്കുന്നുണ്ടല്ലോ, RSSകാർ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോകില്ല, ഇരിക്കില്ല. RSSൻ്റെ എത്ര വോട്ട് അയാൾ വാങ്ങിയിട്ടുണ്ട്? BJPയുടെ 12,000 വോട്ട് വാങ്ങിയിട്ടുണ്ട് ഇല്ലേ? 6,000 വോട്ട് ജമായത്തിൻ്റെയും SDP-ൻ്റെയും വാങ്ങിയിട്ടുണ്ട്. 12,000 18,000 വോട്ട് അങ്ങനെ കിട്ടിയിട്ടാണ് MLA ആയത്. അന്നെന്താ പറയാതിരുന്നത്? ഇപ്പോൾ ഈ പറയുന്നത് പോലെ SDPIക്കും ജമായത്തിനും എതിരായിട്ട് എന്താ പറയാത്തത്? പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുക, പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുക, സർവകക്ഷി യോഗം ബഹിഷ്കരിക്കുക, എന്നിട്ട് വലിയ വീരവാദം പറയുക, RSSനെതിരായി ഞാൻ മരണം വരെ പ്രവർത്തിക്കുമെന്ന്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു? എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഇത് വെറുതെയുള്ള ഒരു കോമാളിത്തരമാണ്. പക്ഷേ കോമാളിത്തരമാണെങ്കിൽ പോലും യാതൊരു സംശയവും വേണ്ട, ഇതിന് മറ്റൊരു തലയുണ്ട്. ഒരു വർഗീയ ധ്രുവീകരണമുണ്ടാക്കി, ഒരു നിയമസമാധാന പ്രശ്നം ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് പാലക്കാട്ടെ ജനത തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയുള്ള വികസന പ്രവർത്തനത്തിൽ ഈ രണ്ടു കൂട്ടരും സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞതാണ്, ഒരു 62 കോടി രൂപ ചെലവ് ചെയ്ത് ഒരു സാംസ്കാരിക കൾച്ചറൽ കോംപ്ലക്സ് VTVയുടെ പേരിൽ ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് ഞാൻ നടത്തിയ ശ്രമത്തെ ഈ രണ്ടു കൂട്ടരും അലങ്കോലപ്പെടുത്തിയതാണ്. ഭൂമി തന്നില്ല. അവസാനം എൻ്റെ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കോളേജിൽ 5 ഏക്കർ കൊടുത്തിട്ടാണത് കിട്ടിയത്. ഇതൊക്കെ പറഞ്ഞ മനസ്സിലായോ? ഇവർ സ്ഥലം തന്നില്ല. 1.5 കൊല്ലമാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും പിന്നാലെ ഞാൻ പോയത്. ഒരു കൾച്ചറൽ മ്യൂസിയം, അതിന് സ്ഥലം തന്നില്ല. അവസാനം കൃഷ്ണൻകുട്ടിയേട്ടനാണ് മലമ്പുഴയിൽ 3 ഏക്കർ സ്ഥലം തന്നത്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഒരു തിയേറ്റർ ഇവിടെ തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു. അതിനവർ സ്ഥലം തന്നില്ല. സ്റ്റേഡിയത്തിൻ്റെ സ്ഥിതി ഇപ്പം എന്താ? ടൗൺ ഹാളിൻ്റെ സ്ഥിതി എന്താ? ഇതുപോലെ കെട്ടുനാറിയൊരു മുനിസിപ്പാലിറ്റി ഉണ്ടോ? ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്. RSSൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഈ അംഗവൈകല്യം സംഭവിച്ചവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം. ആകെ 1.5 കോടി രൂപേൻ്റെ ആണ്. ഇപ്പോൾ ഇവർ വിചാരിച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടൂല്ലേ? ഇപ്പോൾ CSR ഫണ്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഈ പേരിൻ്റെ ആവശ്യം എന്താ? അതും വിവാദം ഉണ്ടാക്കല. ഇതാ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 91, 92 കാലഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു BJPൻ്റെ കൗൺസിലർ ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിന് കോൺഗ്രസും BJPയും ലീഗും പിന്തുണച്ചു. അതിൻ്റെ ചുരുക്കം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റോഡ് എഡ്ഗേ വാറിൻ്റെ പേരിൽ പണിയണമെന്നുള്ളതാണ്. അത് രേഖയിലുള്ളതാണ്. അന്നവർക്ക് പറയുക, ഇപ്പം അതിനെതിർക്കുകയാണ്. ഇപ്പം എന്തായാലും RSSൻ്റെ ഒരു അജണ്ട നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷമതയല്ല കോൺഗ്രസ്സിനുള്ളത്. മറിച്ച് ഇതിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക. അത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 3 വർഗീയ കലാപത്തിന് ഇവിടെ ആസൂത്രണം നടത്തിയിരുന്നു. അത് തിരിച്ചറിഞ്ഞു കേരളത്തിലെ പോലീസ്. ശക്തമായ നിലപാടെടുത്തു. അതില്ലാതാക്കി കേരളത്തിലെ പോലീസ്. ആ പോലീസിനെ നിർജീവമാക്കുക, അതിനെ പരിഹസിക്കുക, എന്നിട്ട് ഇവിടെ വർഗീയ കലാപത്തിൻ്റെ കുരുതിക്കളമാക്കി മാറ്റുക. ഇത് ഈ പാലക്കാട് പ്രദേശത്തെ നല്ലവരായ ജനത തിരിച്ചറിയണം. ഇത് ഇവർ തമ്മിൽ യോജിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാവരും യോജിച്ചിട്ടുള്ളതല്ല. BJPയിലെ ഒരു വിഭാഗവും അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗവും നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ വിവാദിപ്പുണ്ടാക്കിയത്. ഇതിനെതിരായി ശക്തമായിട്ടുള്ള പ്രചരണം ഞങ്ങൾ നടത്തും. അതുപോലെ തന്നെ എഡ്ഗേ വാറിൻ്റെ പേരിലുള്ള ഈ സ്ഥാപനം, ആ പേര് മാറ്റണം. ആ സ്ഥാപനത്തോട് ഞങ്ങൾക്ക് യാതൊരു വിയോജിപ്പുമില്ല. ആ പേര് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ DYFI, ഫസ്റ്റിൽ DYFI ആണ് ശക്തമായി പ്രതികരിച്ചത്. ആ പ്രതികരണം ശക്തിപ്പെടുത്തും. CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യും. ഇവരുടെ ഈ ഗൂഢാലോചന പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അതിശക്തമായി തുറന്നു കാണിക്കുകയും ചെയ്യും.